ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ചൂടുകാലത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ എന്ന നല്ല ടേസ്റ്റിലൊരു സ്പെഷ്യൽ ജ്യൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് കേട്ടത്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുന്തിരിയാണ് വേണ്ടത്. ഇത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് കൂടുതൽ സമയമൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ഒരു 1.5 കപ്പ് അളവിൽ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു സൈസിലുള്ള 2-3-4 പീസ് മാത്രം മതി കേട്ടോ. കാരണം അത് പൈനാപ്പിൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുൻപിലേക്ക്. രണ്ടും കൂടെ ഒന്നിച്ചിട്ടുള്ള ഒരു രുചിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, തണുത്ത വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. അരിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ കട്ടി കൂടുതലാണ്, ഇത്തിരി കൂടെയൊക്കെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളവും മധുരമൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1ന്റെ പകുതി എടുത്തിട്ടുള്ളൂ. കൂടുതൽ പുളി വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എടുക്കാം. ആ ഒരു ലെമണിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നത്, നല്ലൊരു സ്പെഷ്യൽ ജ്യൂസായിട്ട് വരുന്നത്. കുറച്ച് കൂടുതൽ തണുപ്പൊക്കെ വേണമെങ്കിൽ ഇത്തിരി കൂടെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് സെർവ് ചെയ്യാം കേട്ടോ. ശരിക്കും നല്ലൊരു സിമ്പിൾ ജ്യൂസാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പച്ചമുന്തിരി വെച്ചിട്ട് ഈ ഒരു 2 പീസ് പൈനാപ്പിളും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ചൂട് സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്